ഇന്നെന്താ പരിപാടി? തക്കാളി ചമ്മന്തി ദോശയാണ്. ദോശക്ക് ചമ്മന്തിയാണ്. ക്യാരറ്റ് വേണം. ക്യാരറ്റ് മടിയിൽ വെച്ചിട്ടാ അമ്മ അവിടെ തക്കാളി ആയിരുന്നു. അത് ശരി, തക്കാളി അതിൻ്റെ അടുത്ത് തന്നെ ഇട്. ക്യാരറ്റിന് ഇത്ര ഫ്രീഡം കൊടുക്കൂ. അത് വിശാലമായിട്ടൊരു പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണാം. അടിച്ചു പൊട്ടിക്കുക. അതെ, മറന്നു കളയാൻ സത്യം പറഞ്ഞാൽ. സത്യം കുട്ടിദോശ ഉണ്ടാക്കും പറയാ. കുട്ടിദോശയാവും വലിയ ദോശയാവൂന്ന്. എന്താ അങ്ങനെ പകുതി ചെത്തിക്കളയണോ? തക്കാളിൻ്റെ ഒന്നും കിട്ടില്ലേ? തക്കാളി ഒക്കെ പോലെ എന്താ ചൊരി ക്യാരറ്റ് ചെത്തിക്കഴിഞ്ഞു. തക്കാളി ചട്നി ഉണ്ടാക്കട്ടെ. ചീഞ്ചട്ടി ചൂടായി. നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണ ഒന്ന് ചൂടാവട്ടെ. നല്ലെണ്ണ ചൂടായിട്ടാ ഇതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ്, ഉഴുന്ന് മൂക്കണം. ഉഴുന്ന് മൂത്ത് വരുന്നില്ല. ഉഴുന്ന് പരിപ്പൊന്ന് മൂക്കട്ടെ. ചെറിയൊരു 4 അല്ലി വെളുത്തുള്ളി, 10-12 ചെറിയ ഉള്ളി, അഞ്ച് ഉണക്കമുളക് തൈരുവിന്, അടിപൊളി ചമ്മന്തി. രണ്ട് തക്കാളി, നന്നായി വഴണ്ട് വെക്കാം. തക്കാളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നു കൂട്ടാ. ആറിട്ട് എന്നിട്ട് കാണിക്കട്ടാ. ആറിട്ടാ അത് അരച്ചെടുക്കാൻ കാണിച്ചു തരാം. ഞാൻ 1-2 സാധനം കൂടി ഇടാൻ. സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്. ഇത് സ്പെഷ്യലാണ്. സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. സീക്രട്ട് അല്ലേ? അതെ. ഇതാണ് ക്യാരറ്റ് പറഞ്ഞത്. ചെറിയൊരു ക്യാരറ്റാണ് കേട്ടോ, ചെറുത്. അര ക്യാരറ്റിൻ്റെ അത്രേ ഉള്ളൂ. അര ക്യാരറ്റിൻ്റെ ഉള്ളൂ. അത് എന്തായാലും ഉറപ്പായിട്ടും വേണം. ഉറപ്പായിട്ടും വേണം. ഇതാ മല്ലിയില. ആരുടെ ദേഷ്യമില്ല. ഉപ്പ് ഇട്ടാ ആവശ്യത്തിന് ഉപ്പ്. നന്നായി അരച്ചിട്ട് വരട്ടെ. തക്കാളി ചട്നി താളിച്ചെടുക്കാട്ടാ. ചൂടാവട്ടെ ചട്ടി. കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാട്ടാ. കുറച്ച് ചൂടാവട്ടെ. കുറച്ച് കടുക്, ഒരു വറ്റൽമുളക്, ഒരു 2 കറിവേപ്പില, മല്ലിയില,
കായപ്പൊടി, ഒരു നുള്ളു കായപ്പൊടി, നെഞ്ചാക്കി നമ്മുടെ തക്കാളി ചട്നി ഒഴിച്ചു. അപ്പോൾ വെള്ളം ഒഴിക്കാണ്ട് അരച്ചാൽ കേട്ടോ. വെള്ളമേ ഒഴിക്കാൻ പാടില്ല, കാരണം തക്കാളിയിൽ വെള്ളമുണ്ട്, ഉള്ളിൽ വെള്ളം. എന്തായി നമ്മുടെ ചട്നി റെഡി. രണ്ട് മല്ലിയിലും വെച്ചു, ഒരു മല്ലിയിലും വെച്ച് എൻ്റെ തക്കാളി ചട്നി സൂപ്പർ. തേങ്ങ ചട്നി ഉണ്ട് കേട്ടോ. തേങ്ങ ചട്നി, തക്കാളി ചട്നി, രണ്ട് ചട്നി. തേങ്ങ ചട്നിക്കാൻ കേട്ടോ. 4 ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, അരമുറി തേങ്ങ, കുറച്ച് ഉപ്പ്, 2 കുറച്ച് തൈര് പുളിക്ക് വേണ്ടിയിട്ടാ. കറിവേപ്പില എടുത്ത് വെട്ടോ. 2 ടേബിൾ സ്പൂൺ തൈര്, ഒരു 2 കറിവേപ്പില. എന്താ വലിക്കണടെ കറിവേപ്പിലേക്ക് എന്താ കൂടെ അരച്ചിട്ട് വരാട്ടോ. ആ തേങ്ങ ചട്നി കളിക്കാനാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, ചൂടാവട്ടെ. ചൂടായി, കുറച്ച് കടുകിട്ട് എടുത്തിട്ടാ. ഒരു 3 ചെറിയ ഉള്ളി, ഒരു വറ്റൽമുളക്, ഒരു 2 കറിവേപ്പില, ചട്നി വെച്ച് കൊടുക്കാം. തിളയ്ക്കാൻ പാടില്ല. അത്രയേ ഉള്ളൂ നമ്മുടെ ചട്നി റെഡി. തൈര് ചട്നി, തട്ടിൽക്കുട്ടി ദോശ കേട്ടോ. നല്ല ഫ്ലഫി ആയി വരും, സോഫ്റ്റാണ്, സോഫ്റ്റായി വരും. നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ടോ? എന്താ സൂപ്പർ ദോശ. ഫ്ലഫി ദോശ, സൂപ്പർ ദോശ. ഏട്ടാ വാ കഴിക്കാൻ. അപ്പോഴേക്കും നമുക്ക് അടുത്തത് വയ്ക്കാം. കഴിച്ചോളേ വാ. വേവട്ടെ. നമ്മുടെ ചട്നി, തക്കാളി ചട്നി, ടൈറ്റ് ചട്നി, അത് ലൂസ് ചട്നി, തേങ്ങാ ചട്നി, തൈര് ഒഴിച്ചത്. നല്ല ഫ്ലഫി ആയിട്ട് കേട്ടോ. സോഫ്റ്റ് ദോശ. അങ്ങനെയുണ്ട്. അടിപൊളി, സോഫ്റ്റ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പറായിട്ട്. കുട്ടികൾക്ക് എല്ലാവരും ഉണ്ടാക്കും. എല്ലാവരും ഉണ്ടാക്കുമല്ലേ? ഞാൻ നന്നായിട്ട് അടിപൊളിയായില്ലേ? എല്ലാവരും ഒന്ന് നോക്കാം. ഇനി കഴിക്കാൻ വേ കഴിച്ചോളേ. ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കണ്ടാ. കഴിക്കാം. എന്നാ ചൂടണോ കഴിക്കണ്ട, രണ്ടും ഒപ്പമാണ്. ചൂടോടെ കഴിച്ചാലേ അതിൻ്റെ ടേസ്റ്റ് അറിയാം. സോഫ്റ്റ് സാധനം, അടിപൊളി, സൂപ്പർ ടേസ്റ്റ്. പറഞ്ഞ സൂപ്പർ ടേസ്റ്റ്. ചമ്മന്തി
എല്ലാവരും ഉണ്ടാക്കി നോക്കാം, എത്ര ഉള്ളൂ. കഴിച്ചിട്ട് ടേസ്റ്റ് അറിയില്ല. ഇരുന്നിരിപ്പം 5-6 പോകും. അപ്പോൾ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും